ഹായ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ വന്നിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ സിറ്റി ഓഫ് മെലാക്ക. ഇത് കുലാലംപൂരിന് ഒരു 2 hours away ആണ്. ഈ സിറ്റിന് പേര് വന്നത് ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മരം നെല്ലിക്ക, അമല എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമെങ്കിലും ഈ നാട്ടുകാർ അതിനെ അമലാക്കി എന്ന് വിളിക്കും. അതിൽ നിന്നാണ് മെലാക്ക എന്നുള്ള പേര് വന്നത്. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ക്വയർ. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് കാണാം. ആൻഡ് ദെൻ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഗവർണേഴ്സ് ഹൗസ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ കാണുന്ന ഈ ടുക് ടുക് പോലത്തെ വണ്ടി. അപ്പോൾ ഓരോ കാർട്ടൂൺസ് ഒക്കെ വെച്ചിട്ട് അവരതിനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് കൺട്രിയിലാന്ന് വെച്ചാൽ ആ കൺട്രിയിലെ പാട്ടിട്ട് തരും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മലാക്കയിലുള്ള ക്ലാങ് റിവർ. അപ്പം പണ്ട് കാലത്ത് ടിന്ന് പറഞ്ഞ എലമെന്റ് കുറേ ഉണ്ടായിരുന്നു. അപ്പം കുലാലംപൂരിൽ നിന്ന് 7 ദിവസമൊക്കെ ബോട്ട് റോസ് ചെയ്താണ് ആൾക്കാർ ഇവിടം വരെ വന്നിരുന്നത്. കാരണം അന്ന് അയൺ യൂസ് ചെയ്തിപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് റസ്റ്റായി പോകും. പക്ഷേ ഈ ടിൻ അങ്ങനെയല്ല, ടിൻ റസ്റ്റ് ആവില്ല. ഈ ടിൻ മോസ്റ്റ്ലി ബുള്ളറ്റ്, പണ്ടത്തെ കാലത്ത് ഭയങ്കര യുദ്ധങ്ങളൊക്കെ ഭയങ്കര കോമൺ ആയിരുന്നല്ലോ. അപ്പം ബുള്ളറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടിൻ മോസ്റ്റ്ലി ഇവിടുന്ന് മൈൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് മെലാക്കയാണ്. അപ്പം ഈ ചർച്ചാണ് മലേഷ്യയിലെ ഓൾഡസ്റ്റ് ചർച്ച്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അകത്ത് ഇപ്പോൾ മാസ് നടക്കുന്നതാണ്, നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മൾ ജോങ്ക സ്ട്രീറ്റിൽ ഇരിക്കുകയാണ് ഗൈസ്. ഇതാണ് സ്ട്രീറ്റ്. ചൈന ടൗൺ നമ്മൾ പോയതിൻ്റെ ഒരു ലുക്കില്ലേ. ഇവിടെ പലതരത്തിലുള്ള ചൈനീസ് സാധനങ്ങൾ കാണാം. കുറേ ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു ആൻറ്റീക്സിൻ്റെ ഷോപ്സ് ആണ്. ഈ ഇയർ ഡ്രാഗൻ്റെ ഇയർ ആയതുകൊണ്ട് തന്നെ ഡ്രാഗൻ്റെ ഒരു ഇതൊക്കെ അവിടെ കാണാം. സോ ഇതാണ് ജോങ്കർ സ്ട്രീറ്റ്. അവിടെ നമ്മൾ ഈ ലെഫ്റ്റ് എടുത്ത് വന്നാൽ നമുക്ക് ടെമ്പിൾ സ്ട്രീറ്റിലേക്ക് പോവാം. സോ പണ്ടത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനത്തെ കടകളിൽ നിന്നാണ് ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ലോക്കൽ ഡിഷസിൻ്റെ ഫാസ്റ്റ് ഫുഡ് കിട്ടും, ഇൻസ്റ്റൻറ്റ് ഫുഡ്. നോക്കൂ, അസം ഫിഷ് പേസ്റ്റ്, ഇത് ഇവിടുത്തെ ലോക്കൽ ഡിഷാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസ് സ്റ്റൈൽ സ്റ്റീംഡ് ഫിഷ് പേസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ പോർച്ചുഗീസിന് ഈ മലേഷ്യൻസ് ആയിട്ട് നല്ല ബന്ധമുണ്ടെന്ന്, അടുത്ത ബന്ധമുണ്ടെന്ന്. അപ്പം ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫുഡിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡിഷാണ്. കടയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. സോ ഈ കടയിൽ ഇരിക്കുന്ന ചേട്ടനാണ്. സോ പുള്ളിക്ക് ഗിന്നസ് റെക്കോർഡ് ഉള്ളതാണ് ലോങ്ങസ്റ്റ് കൈറ്റ് ഉണ്ടാക്കിയതിന്. ആൻഡ് ഇവിടെ ഇപ്പോഴും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നതാണ്. ഇങ്ങനത്തെ കൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് പിജൻ ഫെദേഴ്സ്. ഇത് ഒരു പൂവാണ്, ഡ്രൈഡ് പൂവാണ്. ഇത് ഈ പിക്ചർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡിനൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവർ. ക്യൂട്ട് ഷൂസ് ഉണ്ടോ? ഇത് ഒരു 80 വയസ്സുള്ള ആള് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാവോ? കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് കാല് വലുതാക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവര് ചെറിയ ഷൂസിന്റെ അകത്ത് തന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കും. ചെറുപ്പം തൊട്ട് തന്നെ കാലിങ്ങനെ ഒതുക്കി വെക്കാൻ നോക്കും, കെട്ടിയിട്ടിട്ട് വളരാൻ വിടില്ല. അപ്പം അവരുടെ കാലിന്റെ സൈസ് വളരെ കുറവായിരിക്കും. പിന്നെ ഇത് ഒരു ഐഡിയൽ ഗേളിന്റെ കാലിന്റെ സൈസ് ആയിട്ടാണ് ഇവർ കാണുന്നത്. ആൻഡ് ഈ ഷൂസിന് പറയുന്ന പേരാണ് സിൻഡ്രല്ല ഷൂസ്. ട്രഡീഷണൽ മലയ ഹൗസ്. ഒരു റൂമും ഒരു ഹോളും ആണ് ഉണ്ടാവുക ഉള്ളിൽ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്റ്റെപ്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ടെമ്പിൾ സ്ട്രീറ്റിലാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ആണിത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ മോസ്ക് ഉണ്ട്. അതൊരു മോസ്ക് ആണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിന് ടെമ്പിൾ സ്ട്രീറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ ടെമ്പിളിലേക്ക് വരുമ്പം ഈ ടെമ്പിളിൻ്റെ പേരാണ് ടോക്കോങ് ചെങ്ഹുങ് ടെങ് ടെമ്പിൾ. ഈ ടെമ്പിൾ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ടെമ്പിളാണ്. കാരണം ഇത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ റീസ്റ്റോർ ചെയ്തിട്ടാണുള്ളത്. ടെമ്പിളിലേക്ക് കയറുവാണെങ്കിലും ഇവിടെ 2 ടൈഗേഴ്സിനെ കാണാം. ഒരു ഫൺ ഫാക്ട്, ടെമ്പിളിൽ കയറുമ്പോൾ ഫസ്റ്റ് തന്നെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പടിയാണ്. പടി വയ്ക്കാൻ കാരണം ഇവരുടെ വിശ്വാസപ്രകാരം
പടി കാണുമ്പോൾ നമ്മൾ തല താഴ്ത്തുമല്ലോ. അപ്പോൾ ലൈക്ക് നമ്മൾ തട്ടി വീഴാണെങ്കിൽ താഴെ നോക്കുമ്പം അത് ഇവിടുത്തെ ഗോഡിനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണല്ലോ. ടെമ്പിളിലെ വിശേഷങ്ങൾ കാണാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മലാക്കയിലെ ഗോൾഡ് സ്മിത്ത് സ്ട്രീറ്റിലെ മസ്ജിദ് കംപുങ് ക്ലിങ്ങിലാണ്. സോ ഇത് ഇവിടുത്തെ ഒരു മോസ്കാണ്. സോ നമ്മൾ നേരത്തെ ടെമ്പിൾ സ്ട്രീറ്റ് പറഞ്ഞു. അപ്പോൾ ടെമ്പിൾ സ്ട്രീറ്റ് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്ട്രീറ്റാണ് ഈ ഗോൾഡ് സ്മിത്ത് സ്ട്രീറ്റ്. ആൻഡ് ഇവിടെ അതിൽ നിന്ന് നമുക്കൊരു മോസ്ക് കാണാം. അതാണിത്. ഈ മോസ്കിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതാണ് ട്രഡീഷണൽ മലൈ മോസ്ക്. മുഗൾ ഇൻഫ്ലുവൻസ് കാരണമാണ് മോസ്കിന് ടോം രൂപം മാറിയിട്ട് ഈ ഒരു ടെമ്പിൾ സ്റ്റൈലിൽ പണിതിരിക്കുന്നത്. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റർ ചർച്ചിന് മുന്നിലാണ്. അപ്പം ഈ ചേർച്ചിലാണ് പണ്ട് സെൻറ്റ് പീറ്റേഴ്സിനെ ബറി ചെയ്തത്. ലൈക്ക് 9 months ബറി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ മാത്രം എടുത്ത് ഗോവയിലുള്ള ചേർച്ചിലേക്ക് കൊണ്ടുപോയി അവിടെ ബറി ചെയ്തു. പിന്നെ ഈ ഒരു ചർച്ച് സ്റ്റാച്ചു കുറച്ച് കാലം ഗൺ പൗഡർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റൂഫ് പൊട്ടി വീണു, കാരണം മെയിൻ്റനൻസ് ചെയ്യാറില്ല. അതിലൂടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സോ ഇവിടെ പണ്ടൊരു സ്റ്റാച്ചു വെച്ചിരുന്നു. സോ ഇതാണ് ആ സ്റ്റാച്ചു. അപ്പം ഈ സ്റ്റാച്ചു ഇവിടെ വെച്ച് കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും ആ സ്റ്റാച്ചുവിൻ്റെ കൈ മിസ്സിങ് ആയി. ലൈക്ക് ഇവിടെ ബറി ചെയ്തപ്പോൾ കൈ ഇല്ലാത്ത പോലെ തന്നെ ഇതിൻ്റെ കൈയും മിസ്സായി. ഓക്കെ, സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേവ് യാർഡ്. ഇവിടെ നിന്നാണ് ഒരു കൈ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്.